നീ ഇയാളെ വെട്ടോടാ. അങ്ങനെ ചോദിക്കണം. നീ ഇവിടെ കെട്ടിക്കേറിയവനാ. കറക്റ്റ് കാര്യമാണ്. വെട്ടാൻ അവകാശമില്ല. മൂത്തവൻ താണ നിൽക്കുന്നു. അതാണ് അവൻ വെട്ടട്ടെ ആദ്യം, അത് കഴിഞ്ഞ് ഇളവൻ വെട്ടട്ടെ. മിച്ചമുണ്ടെങ്കിൽ നീ വെട്ടിയാ മതി എന്ന്. തള്ളയാണല്ലോ. രാത്രി 11 മണിക്കാ വെടിക്കെട്ടുണ്ട്. ഗാനോളാക്കാൻ തന്നെ വന്നത്. കറക്റ്റാ കേൾക്കുകയും ചെയ്യും. അതെങ്ങനെയാണ് ട്രെയിൻ പറയെ കൂടെ വന്ന് കൂവിയപ്പം കുയില് കൂവണമെന്നും പറഞ്ഞ് തിരിച്ചു കൂവിയാ തള്ളയാണ്. അതെ അല്ല, വേണ്ട വേണ്ടെന്ന് പറഞ്ഞോണ്ട് നിൽക്കുക. അയ്യോ അങ്ങനൊന്നും പറയല്ലേ. അങ്ങനൊന്നും പറയല്ലേ. എന്നെ കാണാൻ വരുന്ന ചെക്കനോട് താമെന്ന് പറ. ആര് വന്ന് കണ്ടാലും വേണ്ട വേണ്ടെന്ന് പറ. ഇതെന്തോന്ന് തലേ കിടന്ന് ആടണത്? ബ്യൂട്ടീഷ്യൻ കുത്തിത്തന്ന പൂവാ. ബ്യൂട്ടീഷ്യന്റെ പൂ? ചേട്ടാ എന്ത് നിങ്ങൾ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പെട്ടിട്ടുണ്ടോ? 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 ഇതൊന്നുമല്ല, നീ നോക്കിയാണ് ഞാൻ അവിടുന്ന് മേടിച്ച മൊബൈലാ. വായി നോക്കി നിന്നെ തള്ള. അങ്ങനെ തന്നെയല്ലേ? കമിഴ്ത്തി വെച്ചോരുട്ടുരുളി പോലെ ആരോ ആരോ കമിഴ്ത്തി വെച്ച്. അയാള് സിറ്റുവേഷൻ അനുസരിച്ച് പാട്ട് പാടും. പറ്റുന്ന സാധനമല്ല അക്രമാറ്റിക്. അറിയോ അതിനാ നീ വഴങ്ങി തരണം. നീ എന്തിനാ അങ്ങനെ സങ്കടപ്പെടുന്ന? എന്തിനോ അങ്ങനെ ഒരുത്തരും വഴങ്ങി തന്നെ ജീവിക്കുന്ന ഗതികാരി ഇതുവരെ വന്നിട്ടില്ല. അയ്യോ പുൽത്തലം. ചേച്ചി ഒരു കൊറിയർ ഉണ്ട്, ഇവിടെ നോക്കിട്ട്. മൂത്രവശം കഴിയുമ്പോഴേ അവിടെ ഉറുമ്പ് വന്ന് ഇങ്ങനെ കൂടുക. ഞാൻ ഇപ്പൊ മൂത്രവശം ഉറുമ്പ് ഇങ്ങനെ ഒന്ന് കയറി വന്നാലോ. അങ്ങനെ വരുവാണെങ്കിൽ അതിന് എളുപ്പമുണ്ട്. ഈ മൂത്രത്തിൽ പിടിക്കുന്ന ഉറുമ്പ് കയറി പകുതി വരെ എത്തുമ്പോഴത്തേക്ക് അങ്ങ് ഒടിച്ചു കളഞ്ഞാൽ മതി. എന്താ മൂത്രം ഒരു കാര്യം അറിയാമോ? സാധാരണക്കാരന്റെ ജീവിതം പഠിക്കാൻ വേണ്ടി ഞാൻ ഊട്ടോക്കാരന്റെ കൂടെ വരെ പോയി. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇനി ഒളിച്ചോട്ടെന്ന് അല്ല, എനിക്കിതേത് കൊറിയർ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ചേച്ചി ഒരു കൊറിയർ മാറിക്കൊണ്ട് വന്നായിരുന്നു. അത് ഈ വീട്ടിലല്ല, അപ്പുറത്തെ വീട്ടിലായിരുന്നു. എനിക്കിവിടെ കൊറിയർ ഒന്നും വരാനില്ല. സത്യസന്ധമുള്ള ചേച്ചി. ഷെഫീഖിനെ പൊക്കി അടിച്ചിട്ട് കൊപ്ര കമ്പനി തേങ്ങാൻ നോക്കാൻ നിന്നെ ജോലി ഏൽപ്പിച്ച നീ ആ സുലൈമാൻ കാക്കയുടെ തല കല്ലെടുത്തെറിഞ്ഞ എന്തിന്? മുതലാളി പറഞ്ഞു. എന്ത് പറഞ്ഞു? കാക്ക വരുവാണെങ്കിൽ എറിഞ്ഞു ഓടിക്കണം. എറിഞ്ഞത് അല്ലാതെ നിങ്ങൾ അച്ഛൻ നരനാന്ന് പറഞ്ഞിട്ട് ഒഴുകി വരുന്ന തടി പിടിക്കാൻ ചാടിയതാ. നല്ല കാര്യല്ലേ? നീന്തൽ പഠിക്കാൻ വന്ന് ജാനകിച്ചാണോ നമ്മളെ അച്ഛന്റെ തടി? ഇപ്പൊ നടുക്കൊരു 9 ഉണ്ടല്ലോ, പ്രശ്നമാണല്ലോ. കാണുന്നു ആടിന്റെ അടുത്ത് ചോദിക്കാം. പെരുന്നാളടുത്ത് നമ്മൾ നടക്കി ഇരുത്തിക്കോട്ടെ എന്ന് ചോദിക്കാമല്ലോ അല്ലേ? ഇപ്പൊ ചേട്ടൻ 9 ആയി. 9 ഇരിക്കുന്നേ. അയ്യോ സാറേ, ഇത്തിരി സാവാസം തരണം. ഞാൻ ഉടനെ കൊണ്ട് അടയ്ക്കാം സാറേ. കഴിഞ്ഞ ആഴ്ച ഒരു ജപ്തി നോട്ടീസ് അയച്ചു, അതിനൊരു മറുപടി തന്നില്ലല്ലേ? അത് ജപ്തി നോട്ടീസ് ആയിരുന്ന അതിന്റെ കോപ്പി 500 അപ്പൊ തന്നെ ഞാൻ പ്രിന്റ് ചെയ്ത് വെച്ചാൽ എന്തോന്ന് എടുത്തോണ്ട് പോകാത്തത്? വലിച്ചുവിട് വലിച്ചുവിട് വലിച്ചുവിട്. ഉണ്ടോ ഉണ്ടോന്ന് എതിർട്ടുണ്ടോ? സ്റ്റെതസ്കോപ്പിൽ അടിച്ചു കൊല്ലുന്നില്ല ഞാൻ. എന്റെ പൊന്നെ, 50 പൈസയുടെ കറുത്ത ചരടിൽ ഒരു സെറ്റിപ്പ് കിടക്കുന്നതാണോ കെട്ടുതാലി? ആദ്യം അവളെ പ്രപ്പോസ് ചെയ്ത ഒരു ലെറ്റർ കൊടുത്തിട്ടാ. ആ ലെറ്റർ കിട്ടിയതിന് ശേഷം ഒരാഴ്ച അവൾ എന്റെ പിറകെ നടന്നത്. അത്ര മനോഹരമായ വരികളായിരിക്കും അല്ലേ? എഴുതിയെന്തെന്ന് വായിക്കാൻ പറ്റാണ്ട് എന്ത് കോപ്പാണ് ഇവൻ എഴുതിയെന്ന് അറിയാൻ വേണ്ടി പറയാൻ നടന്നതാ. എന്റെ 5ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാ. എത്ര കുട്ടികളുണ്ട്? കുട്ടികളൊന്നും ആയിട്ടില്ല. ആശുപത്രി കൊണ്ട് കാണിക്കേ. അയ്യോ അതുകൊണ്ടല്ലേ ഈ സിനിമയുടെ തിരക്കാരണം വീട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല. ശരി, അതേ പറഞ്ഞിട്ടുള്ളൂ. കൊണ്ടു എന്താ തൊഴിലെന്താണ്? തൊഴില് രാഷ്ട്രീയം. അപ്പൊ തെണ്ടി തിന്നൽ. എന്തുകൊണ്ടിട്ടാ ചേട്ടൻ എന്നെ ഇഷ്ടപ്പെട്ടെ? അതെ, ഞാൻ
തന്തയില്ലാത്തവള്. അയ്യോ അത് ഞാനൊരു മൂടിന് വേണ്ടി ബീജം ഇട്ടതാ. അല്ല ഇത് വളരെ രസമായിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ 3500 ടാറ്റു അടിച്ചിരിക്കുന്നുണ്ട്. ലക്കി നമ്പറാ? ലക്കി നമ്പർ ഒന്നല്ല. ഈ ടാറ്റൊക്കെ കണ്ട ഈ ദർശന്റെ പൈസ കൊടുക്കാൻ എന്റെ മുതലാൾ കണക്ക് ചെയ്തു. അറിയുമല്ലോ കൃത്യമായിട്ട് പറയാം. ക്യാമറ കൊള്ളല്ലേ? ക്യാമറ കൊണ്ട് പത്ത് വെച്ച് തരണം അത്യാവശ്യം. ആ ഒരു കാറ്റടിച്ച പോയിട്ടാ അതങ്ങനെ പിടിച്ച് കെട്ടുമ്പോ നിന്നോളും. ഇതന്നെ പ്രശ്നം. നീ ബാളകെട്ടാ നിനക്ക് എന്നെ കടിക്കാൻ കാണിച്ചു. പെണ്ണ് തന്നെ അച്ഛൻ പോയി ചോദിക്കണം. പിന്നെ ഏതെങ്കിലും അച്ഛൻ സ്വന്തം മോളെ മുതല വളർത്തുന്ന കുളത്തിലേക്കാണല്ലോ നീന്താൻ പറ്റുക. ആ താക്കോലിങ് തരൂ. ഞാൻ ഈ മുറിയെല്ലാം ഒന്ന് തുറന്ന് ചുറ്റി കണ്ടിട്ട് വരാം. സൂക്ഷിക്കണം, ഇത് പഴയ വീടാണ്. വല്ല തുരുമ്പോ ആണിയോ കൊണ്ട് നിന്റെ കാല് സെപ്റ്റി ടാങ്ക് ആകും. അല്ല സെപ്റ്റിക് ആകും. ഈ മൂത്രത്തിൽ കല്ലുണ്ട് കേട്ടോ. മൂത്രത്തിൽ കല്ലുണ്ട്. ആ മൂത്രത്തിൽ കല്ലുണ്ട്. ഉണ്ട്. ഇവിടെ ഇതൊക്കെ സൂക്ഷിക്കണ്ടേ? സൂക്ഷിക്കണം. ഞാൻ ഇതെങ്ങനെയാണ് കളയാൻ നോക്കുക. അന്നേരം അത് തിരിച്ചു വെക്കാൻ പോണം. ഇവര് അത് ഞാൻ ഇന്നലെ എവിടെയോ കണ്ടല്ലോ. നാക്കൊന്ന് വെളിയിലോട്ട് നീട്ടണ. ആ ഇപ്പഴല്ലേ പിടികിട്ടിയത്. ഇന്നലെ കണ്ട പാണ്ടി ലോറിയുടെ താഴെ ഇതുപോലൊരു പടം വരച്ച് ചങ്ങലയിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്.